സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ജപ്പാൻകാരുടെ വിജയത്തിന് ആധാരമായ അവരുടെ 8 ശീലങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെയും പോലെ ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ കേൾക്കാൻ ശ്രമിക്കുക. കാരണം ഇമ്പ്രൂവ്മെൻ്റ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ഒരു പക്ഷേ ഇത് ഉപകാരപ്പെട്ടേക്കാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നും കൂടെ ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ ജപ്പാൻകാരുടെ വിജയത്തിന് ആധാരമായ 8 ശീലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമതായി പറയുന്നത് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യം കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഫ്ലഷ് ചെയ്ത് പോവുക എന്നുള്ളതല്ല, മറിച്ച് ഡീപ്പ് ക്ലീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. മൊത്തത്തിൽ അതിൻ്റെ ഫ്ലോറുകളാണെങ്കിലും അതിൻ്റെ പൈപ്പുകളാണെങ്കിലും മൊത്തത്തിൽ അതിൻ്റെ ഓരോ ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു പക്ഷേ അയ്യേം തോന്നിയേക്കാം, പക്ഷേ അവർക്ക് അവരുടേതായ ന്യായങ്ങൾ അവർ പറയുന്നുണ്ട്. ഇത് ഭാഗ്യത്തെ കൊണ്ടുവരുമെന്ന് അവർ വിശ്വസിക്കുന്നു ഒന്നാമതായിട്ട്. അതുപോലെ പണത്തെയും കൊണ്ടുവരുമെന്ന് അവർ വിശ്വസിക്കുന്നു. സ്ഥിരമായി ടോയ്ലറ്റ് കഴുകുന്ന ഒരാളുടെ മൈൻഡ് ക്ലീനായും ശുദ്ധമായും ക്ലിയറായും ക്ലാരിറ്റിയോടെയൊക്കെ ഉണ്ടാവുമെന്നാണ് അവർ കരുതുന്നത്. കവായ നോ കാമി എന്ന പേരിൽ ഒരു ദൈവം തന്നെ അവർക്ക് ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണോ എന്നറിയില്ല. പഠനങ്ങൾ പറയുന്നത് അവിടെ സ്ഥിരം ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ആളുകളുടെ വീട്ടിലെ വാർഷിക വരുമാനം അത് സ്വന്തമായി ചെയ്യാത്ത അവരുടേതിനേക്കാൾ വളരെയധികം വ്യത്യാസമുണ്ട് എന്നാണ്. മാത്രവുമല്ല, ഈ പണി സ്വന്തമായി എടുക്കുന്നവരെ വളരെയധികം സൗഹാർദ്ദപരമായ ആളുകളായിട്ടാണ് കാണപ്പെടുന്നത്. രണ്ടാമത്തേത് ഹമ്പിളായിരിക്കുക എന്നുള്ളതാണ്, വിനയാന്വിതനായിരിക്കുക എന്നുള്ളത്. ഇത് നേരത്തെ പറഞ്ഞ ബാത്റൂം കഴുകുന്ന ശീലമുള്ളവരിൽ കൂടുതലും അവർക്ക് വിനയാന്വിതനായി കാണപ്പെടുന്നു എന്നുള്ളതാണ്. അവിടുത്തെ ആളുകൾ സ്ഥിരമായി പറയാറുള്ള ഒരു സംഗതിയാണ്, നിങ്ങൾ സ്ഥിരമായി ടോയ്ലറ്റ് കഴുകുകയാണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലായിട്ട് വിനയാന്വിതനായിരിക്കും എന്നുള്ളത്. അതുപോലെ ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ശീലമാണ് ബോഡി പോസ്ചർ കൃത്യമായിട്ട് വെക്കുക എന്നുള്ളത്. വളഞ്ഞുകൂടിയൊന്നും ഇരിക്കാതെ നടുവ് നിവർത്തി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ ആശയവിനിമയം നടത്തുമ്പോൾ ശരിയായ ബോഡി പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷനും ഇവരെ കമ്മ്യൂണിക്കേഷനിൽ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. ഇവരുടെ ശീലങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റൊരു ശീലമാണ് ഓർഗനൈസ് യുവർ റൂം എന്ന് പറയുന്ന ഒരു സംഭവം. അതായത് മുറി ക്രമീകരിക്കുക എന്ന് പറയുന്നത്. ഒരാളെ താമസിക്കുന്ന അയാളുടെ മുറി ക്രമീകരിക്കുക, അയാളുടെ റൂം ക്രമീകരിച്ച് വെക്കുക, ഓരോന്നും കൃത്യമായി അതിൻ്റേതായ പ്ലേസിൽ തന്നെ വെക്കുക. അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുക. ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ വീണ്ടും പോവുക എന്നുള്ളത്. അതായത് റൂമിൻ്റെ ഫ്ലോർ അടക്കം ബാത്റൂം അടക്കം എല്ലാം ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞ ആദ്യത്തെ ആ പോയിന്റ് അത് തന്നെ ഇവിടെയും ആവർത്തിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത്. നന്ദി എന്ന് പറഞ്ഞാൽ കേവലം ഇപ്പോൾ നമുക്കൊരു സംഭവം ഒരാൾ കൊണ്ടുവന്ന് തന്നു, അല്ലെങ്കിൽ ഒരു പോസ്റ്റ്മാൻ ഒരു മണി ഓർഡർ കൊണ്ടുവന്ന് തന്നു, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ. അപ്പോൾ ആ പോസ്റ്റ്മാനോട് പറയുന്ന താങ്ക് യു മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഇത് ആരാണോ അയച്ചത് അയാൾക്കും കൂടെയുള്ള നന്ദി ആ മൊമെൻറ്റിൽ തന്നെ അവർ രേഖപ്പെടുത്തും. അത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ശീലമാണ് ഈ പറയുന്ന. അഞ്ചാമത്തെ പോയിൻ്റാണ് ചെയർ മര്യാദക്ക് വെച്ചിട്ട് പോവുക എന്നുള്ളത്. അതായത് നമ്മൾ ഇരുന്നിട്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴത്തേക്കും എഴുന്നേറ്റ് പോകുമ്പോൾ ആ ചെയർ അങ്ങനെ തന്നെ ഇറക്കിയിട്ടിട്ട് പോവുകയല്ല, മറിച്ച് അത് പ്രോപ്പറായിട്ട് ഇരുന്ന പോലെ തന്നെ അത് തിരിച്ച് മര്യാദക്ക് വെച്ചിട്ട് പോവുക എന്നുള്ളത് ഇവരുടെ ശീലങ്ങളിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ശീലമാണ്. മറ്റൊരു വളരെയധികം പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഉള്ളതിൻ്റെ വാല്യൂ തിരിച്ചറിഞ്ഞുകൊണ്ട് ഉള്ളതിൽ സംതൃപ്തിപ്പെടുക, ഇല്ലാത്തതിനെക്കുറിച്ച് ഓർത്ത് നിരാശപ്പെടാതിരിക്കുക എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളുടെ കയ്യിൽ അയാളുടെ പക്കൽ ധാരാളം പണമൊന്നും ഉണ്ടായിരിക്കില്ലായിരിക്കാം, പക്ഷേ അയാൾ പണമില്ലാത്തതിനെക്കുറിച്ച് ഓർത്ത് നിരാശപ്പെടുന്നതിന് പകരമായിട്ട് അയാൾക്ക് ഉള്ളതിൽ അയാൾ തൃപ്തനാവുക എന്നുള്ളതാണ്. അയാൾക്ക് കാണാൻ കണ്ണുകളുണ്ട്, കേൾക്കാൻ ചെവിയുണ്ട്. കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നു, ചെവി കൊണ്ട് കേൾക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അയാൾക്ക് ഒരു ഹൃദയമുണ്ട്, അതൊക്കെ ഭംഗിയായി പ്രവർത്തിക്കുന്നു. അത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് അതിനും കൂടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അതിലെല്ലാം തൃപ്തനായിരിക്കുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു സംഗതി. അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട ഒരു ശീലമാണ് രാത്രി നേരത്തെ കിടക്കുക, എന്നിട്ട് നേരത്തെ എഴുന്നേൽക്കുക. എന്നിട്ട് ഇവിടുത്തെ പോലെ തന്നെ എന്താ പറയുക, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റും കൊണ്ടിട്ട് സൂര്യനെ ആരാധിക്കുന്ന പരിപാടി അവർക്കുമുണ്ട്. അതായത് സൂര്യൻ ഉദിച്ചു വരുന്ന ആ പ്രകാശത്തെ, ഇവിടെ ചില ആളുകൾ സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് അവിടെ അവർ അതിനെ ആരാധിക്കുന്നത്. എന്നിട്ട് സൂര്യനോട് നന്ദി പറയുക, മീൻസ് സൂര്യൻ്റെ ഒരു നോട്ടം എപ്പോഴും അവരുടെ മേൽ ഉള്ളത് കൊണ്ടിട്ട് തന്നെ ആ കാരണങ്ങൾ കൊണ്ടിട്ട് സൂര്യനെ നന്ദി രേഖപ്പെടുത്തുക, അത്തരത്തിലുള്ള പ്രവൃത്തികൾ. പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.